മദീനത്തെ മണ്ണിടെ ഒരാൾ ചേരുന്നുണ്ടെങ്കിൽ അവന് 30 അടി കൊടുത്തിട്ടു അവന്റെ കൊമ്പ് പോയിട്ട് ജയിലിലിടണോണ്ട് ഫത്വ കൊടുത്തു. ആറ് ഞങ്ങളെ പോലത്തെ ഒരു സാമാന്യ ആളല്ല ഫത്വയോട് കൂടെ ഇമാമു ദാരിൽ ഹിജറ ഷാഫി ഇമാമുടെ ഉസ്താദ് ഇമാം മാലിക് ഇബ്നു അനസ് റളിയല്ലാഹു അൻഹുടെ ഫത്വയാണ്. മദീനത്ത് പോയിട്ട് ഒരാൾ, മദീനത്തെ മണ്ണുകും മഹത്വമാണ്, മദീനത്തെ എല്ലാത്തും മഹത്വമാണ്. കാരണം എന്തേ? അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ റായാണ്. ആ മദീനത്തുള്ള ആൾമാരെ സ്നേഹിക്കണു. ഇന്നും മദീനത്ത് പോയി ആക്ഷേപിക്കുതീറാ, പറയുതീറാ, എന്തെല്ലാം ചൊല്ലുതീറാ. ഉംറത്തുക്ക് പോയ ആൾമാര് ചെറുപ്പ് കൊണ്ട് കുറെ ആൾമാര് ഞാൻ കേട്ട ചെറുപ്പ് പോകുമ്പോ അപ്പുറം വന്നിട്ട് എന്തെല്ലാം സാപ്പ വെച്ചോണ്ടിരിക്കാർ പറഞ്ഞു കൊത്തില്ല, ചിലപ്പോ വിവരം ഇല്ലാണ്ടായിട്ട് അങ്ങനെ ചൊല്ലുതീറാ. മദീനക്കാരായ ഒരാളെയും സാപ്പ വെക്കുതീറാ, മദീനക്കാരായ ഒരാളെയും ഒന്നും ചൊല്ലുതീറാ, മദീനത്തെ ഒരു മണ്ണിടെയും ചൊല്ലുതീറാ. ഏതുവരെ? ഞാനിങ്ങനെ നടന്നു പോയോണ്ടിരിക്കുമ്പോ അവിടെ മല വന്നിട്ട് ചേർപോലെ ഐഡിയൻ വിചാരിക്കാം എന്ത് ചേർവാവാ ഇതിന് ചൊല്ല പലക്ക വരെ ചൊല്ലുകുതീറ. എന്തേ? ഇമാമിങ്ങൾ ചെന്നാറ് മദീനത്തെ മണ്ണ് കണ്ണിൽ സുറുമയിടുള്ളതാണ്. മദീനത്ത് പോയെങ്കിൽ മദീനത്തെ മണ്ണ് കണ്ണുക്ക് സുറുമയിട്ട ആൾമാരുള്ളാറ്. ഇതെന്തിരേണ്ടി കേട്ടെങ്കിൽ മഹബത്ത് സ്കേലാണ്, ഇത് സ്നേഹാണ്, പ്രീതിയാണ്, വിശ്വാസമാണ്. ഫസ്റ്റ് ഞാൻ ചൊന്നറ ഇതൊക്കെ തെളിവ് കേൾക്കുക പറഞ്ഞ ഇത് മഹബത്താണ്. മദീനത്തെ മണ്ണ് ഇമാം മാലിക് റളിയല്ലാഹു അൻഹു പോയി കേൾക്കുള്ള അതിക്ക് തെളിവുണ്ടാ? മദീനത്തെ മണ്ണ് ചേരും ചൊന്നെങ്കിൽ 30 അടി കൊടുക്കണോണ്ടു ഏതെങ്കിലും ഒരു ഹദീസിലുണ്ടാ, ഖുർആന്റെ ഏതെങ്കിലും ഒരു ആയത്തിലുണ്ടാന്ന് കേട്ടെങ്കിൽ നോ. അതേ സമയത്ത് മാലിക്കിമാം ലക്ഷക്കണക്കിൽ ഹദീദ് കൊണ്ടുള്ള മാലിക്കിമാം അത് കൊണ്ടുണ്ടു. അയാൾ നമുക്ക് വഴിപാട്ടി തന്ന് മദീനത്തെ മണ്ണ് ചേരും ചൊന്നെങ്കിൽ അയാൾക്ക് 30 അടി കൊടുത്തിട്ട് ജയിൽവാസം അനുഭവിപ്പിക്കണോണ്ട് ചൊന്നത് ഇമാമു ദാരിൽ ഹിജറ. അങ്ങനെ കാലിന്റെ ദൂൽക്ക് പോലും ഞങ്ങൾ സമല്ല ഇമാം മാലിക് റളിയല്ലാഹു അൻഹു. അങ്ങനെയാണ് മദീനത്തൊട്ടിക അഥവാണ്. ഞാൻ മദീനത്ത് പോയപ്പോ കുറെ ആൾമാർ ഒരു സയ്യിദ് അവിടെ തൊള്ളത് കേട്ടെ. ചില ആൾമാർ മദീനത്ത് ഫ്ലൈറ്റിൽ വരെ വന്നില്ല, എത്രമാ വട്ട കപ്പലിലാണ് ഹജ്ജിക്ക് വേണ്ടേ. എന്തേന്ന് കേട്ടപ്പാ നാണ് മദീനത്തെ മേലാവുക ഇഷ്ടപ്പെടില്ല അങ്ങ് ചൊന്നാറ്. അത് എന്തേണ്ട അയാളൊട്ടിയെ കേൾക്കണോ? അത് അദബൂൻ ചൊല്ലേ, ബഹുമാനമാണ്. ഞങ്ങൾക്ക് എന്തൊരു അദബു? അദബൂൻ ചൊല്ലതില്ലേ ഇല്ല.